യാണ്. മലബാർ മുഴുവൻ ഇളക്കി അങ്ങ് മറിക്കും. നിങ്ങൾ കണ്ടോണം വരാൻ പോകുന്നത്. ഈ സ്ത്രീകൾ മുഴുവനും തെരുവിലോട്ടങ്ങ് ഇറങ്ങും. ഇവന്മാർ ഓടിച്ചിട്ടടിക്കും. ഒരു പ്രായമുള്ള സ്ത്രീ ചെയ്ത് കഴിയുമ്പോൾ പല ചെറുപ്പക്കാരികളായ സ്ത്രീകൾ പോലും പെൺകുട്ടികൾ നിങ്ങൾ കണ്ടു, ഒരു മുസ്ലിം പയ്യൻ്റെ ഡൈവോഴ്സ് കഴിഞ്ഞ് ഒരു ഹിന്ദു പയ്യനെയാണ് കല്യാണം കഴിച്ചത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായത് ദൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട സംഭവം ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തു. ഇതേപോലെ എൻ്റെ കൂടെ ജോലി ചെയ്ത പെൺകുട്ടി, അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ജസ്ന, സോറി പേര് പറയാം, ജസ്ന. ഇപ്പം എത്ര അഡ്വാൻസ്ഡാണ് സംസാരിച്ചപ്പോഴാണ് പിടി കിട്ടിയത്. അതേപോലെ പല പെൺകുട്ടികളും ഞാനുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇതങ്ങ് മടുത്തു. ശരിക്കും മടുത്തു എന്ന് പറയുന്നത് അവർക്ക് വീടുകളിൽ പോകാൻ താല്പര്യമില്ല. ബാംഗ്ലൂരും ഡൽഹിയിലും കൊച്ചിയിലും ഈ ആലുവ ആ ഭാഗത്തൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. കാരണം 1% പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീടും അതിൻ്റെ അടുത്തുള്ള അയൽക്കാരും നാട്ടുകാരെ ഇവരെ അങ്ങ് പൊതിഞ്ഞ് നാശമാക്കിയേക്കുക. ഇവരേതെങ്കിലും വസ്ത്രം ഇടാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ പിശാച് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇവരിങ്ങനെ പുറകെ നിൽക്കുക മറ്റേ കഴുകൻ്റെ കണ്ണുമായിട്ട്. കാരണം ഇവർക്ക് ഞങ്ങളെ കാണുന്ന പ്രശ്നമാണ്. അതിലൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, ആ പെൺകുട്ടിയുടെ ഉപ്പായോട് പറഞ്ഞത് പോലും, നോയമ്പ് സമയത്ത് നിൻ്റെ മോൾ ഇതേപോലെയുള്ള വസ്ത്രം വിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ നോയമ്പ് മുറിഞ്ഞു പോകുമെന്ന്.